പേടിച്ചത്ര ടഫൊന്നും ആയിരുന്നില്ല. രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിന്ന് ലഭിക്കും. എക്സാം കഴിഞ്ഞു. സോ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നെറ്റ് എക്സാം ഉള്ളിലേക്കുള്ള കോളേജസിലേ വെക്കുള്ളൂ. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ജസ്റ്റ് ടഷിംഗ്. നെറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞ് ഇതപ്പോൾ വീടെത്തിയിട്ടേ ഉള്ളൂ. ഇപ്പൊ സമയം 9:45. വാപ്പി ഉമ്മയാണ് എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി, അതുകൊണ്ട് കുറച്ചൊക്കെ ലേറ്റ് ആയത്. ഞാൻ ഇപ്പൊ തന്നെ നെറ്റ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു അതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാന്ന് വിചാരിച്ചാണ്. കാരണം പിന്നീട് അങ്ങനെ ഇതാക്കിപ്പോയി അങ്ങനെ മാറി മാറി പോകും. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഹൗ വാസ് നെറ്റ് എക്സാം 2024 ജൂണത്തെ ഒരു ബാച്ച് എങ്ങനെ ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ഒരു നെറ്റ് എക്സാം എന്ന് പറയുന്നത് എന്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഡിസംബർ 2023 ആണ്. നമുക്ക് പൊതുവെ PG ഫസ്റ്റ് ഇയർ അപ്പോഴാണ് നെറ്റ് എക്സാം എഴുതാൻ പറ്റുക. എന്താണ് നെറ്റ് എക്സാം എന്ന് ഓൾറെഡി അറിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നത് വിചാരിക്കുന്നു. അത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി പറയാം. ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ അല്ലെങ്കിൽ ഒരു JRF ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നെറ്റ് എക്സാം എഴുതുന്നത്. നമുക്കിപ്പോ നമ്മൾ JRF കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടും. 38,000 40,000 അതിന്റെ അടുത്താണ് വരുന്നത് തോന്നുന്നുണ്ട്. ഓരോ സബ്ജക്റ്റിനും ഡിഫറെന്റ് വേരിയേഷൻ ഉണ്ടാവും. സോ നമ്മൾ റിസർച്ച് ചെയ്യുന്നു, അപ്പൊ നമുക്ക് നമ്മുടെ ഗവൺമെന്റ് നമുക്ക് ഫണ്ട് തരുന്നു. അതാണ് മെയിൻലി ഒരു JRF കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ റിസർച്ച് ഒക്കെ താല്പര്യമുള്ളവർ അങ്ങനെ പോവാം, PhD ചെയ്യാം. പേരിന്റെ ഫ്രണ്ടിൽ ഡോക്ടറേറ്റ് എന്നുള്ളൊരു സംഭവം വരും. അപ്പൊ അതൊക്കെ ഒരു ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും JRF കിട്ടിയാൽ PhD ചെയ്യാം. പിന്നെ ഉള്ളതാണ് അസിസ്റ്റന്റ് പ്രൊഫസർ. നമുക്കൊരു കോളേജ് ഒരു കോളേജിൽ നമുക്കൊരു അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് ആണ് ഒരു ക്വാളിഫിക്കേഷൻ എന്നുള്ള രീതിക്കാണ്. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അറിവ് എന്ന് പറയുന്നത്. ഇന്നത്തെ എന്റെ ഉദ്ദേശം എന്താണ് നെറ്റ് എക്സാം, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അതിനെ കുറിച്ചിട്ടൊന്നും അല്ല. അത് പറയാനുള്ള അത്ര ഞാൻ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ബിക്കോസ് ഐ എം നോട്ട് എ പേഴ്സൺ ടു ടോക്ക് അബൌട്ട് ദാറ്റ്. ഡെഫിനറ്റ്ലി ഞാൻ അതിനെ കുറിച്ചിട്ടല്ല പറയാൻ പോകുന്നത്. ഇന്നത്തെ ഒരു ദിവസം, ഇന്ന് നെറ്റ് എക്സാം ആയിരുന്നു. അപ്പൊ കുറെ ആൾക്കാർ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാവും, കുറെ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാനും അതിലൊരു വ്യക്തിയായിരുന്നു. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ ഇനി നെറ്റ് എക്സാമിന്, അതായത് ഡിസംബർ ബാച്ചിൽ അറ്റംപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇനി നെക്സ്റ്റ് ഇയർ അറ്റംപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കോ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പറയാം, ദിസ് ഇസ് സോൺലി മൈ എക്സ്പീരിയൻസ്. എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. നല്ല കട്ടിയുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, സീലൊക്കെ. ഞാൻ കംപ്ലീറ്റ്ലി ഫസ്റ്റ് ഓർഡർ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഒരു വ്ളോഗും കൂടി ഇതിൽ വരുന്നുണ്ട്. അപ്പൊ എത്രത്തോളം ഈ വീഡിയോ ലെങ്ത് ആവും ഐ ഹാവ് നോ ഐഡിയ. ഞാൻ രാവിലെ പോകുന്നത് തൊട്ട് അവിടെ കോളേജിൽ എത്തുന്ന വരെ ഒരു വലിയ ഒരു ഫുൾ ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ അത് മൊത്തം അറിയണമെന്നുള്ളവര് ഫുൾ ഇരുന്ന് കാണാം. അല്ലാത്തവര് ജസ്റ്റ് ഇതൊന്ന് കണ്ടുപോയാൽ മതി. ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ഇതിലിപ്പോ ഹിന്ദിയും ഇംഗ്ലീഷും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇത്ര ലെങ്തി ആയിട്ടുള്ളത്. ഭയങ്കര കട്ടിയുണ്ട്. ഇത് ഭയങ്കര കട്ടി മീൻസ് ഭയങ്കര കട്ടിയുണ്ട്, ഒരു ബുക്ക്ലെറ്റ് പോലെ. നമുക്ക് ലാസ്റ്റ് പേജിൽ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം. കണ്ടോ, ഞാനിതിൽ കുറച്ചേ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഒന്നും അറിയണ്ടായിരുന്നില്ല. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്തു. ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ വേറെ തന്നെ ഫോട്ടോ എടുത്ത് ഞാനൊരു വീഡിയോ പോലെ ചെയ്യാം. സോ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി പോവാം. സോ ഞാനിത് ഉറപ്പായിട്ടും ഇതൊരു വേറെ വീഡിയോ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഇടാം. അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ജസ്റ്റ് കംപ്ലീറ്റ്ലി ഒരു എക്സ്പീരിയൻസ്, എങ്ങനെയായിരുന്നു, എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പെർട്ടിക്കുലർലി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ എന്റെ എക്സാം ഹാളിന്റെ ഉള്ളിലത്തെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പോകുന്ന സമയത്ത് അവര് നമുക്ക് ഈ ഒരു ബുക്ക്ലെറ്റ് തരും. ഇവിടെ ഒരു സീൽ വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് തുറക്കാൻ പറ്റൂല. നമുക്ക് തരുന്ന OMR ഷീറ്റ് ഉണ്ട്, നമ്മുടെ ആൻസർ ഷീറ്റ് എന്നൊക്കെ പറയില്ല, ഒരൊറ്റ സിംഗിൾ ഷീറ്റ് ആയിരിക്കും. അതിലായിരിക്കും നമ്മൾ ഫുൾ ബബിൾ ചെയ്ത് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. ആ പേപ്പർ നമ്മൾ ആദ്യം ഫുൾ ഫില്ല് ചെയ്യുന്നു. കുറെ ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. ഫില്ല് ചെയ്യുന്നു, പിന്നെ നമ്മൾ സൈൻ ഇടുന്നു, പിന്നെ അവർ ചെക്ക് ചെയ്യുന്നു, കറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതുന്നു, നമ്മുടെ രജിസ്റ്റർ നമ്പർ എഴുതുന്നു, അതിനനുസരിച്ച് പിന്നെയും ബബിൾ ചെയ്യുന്നു. അങ്ങനെ കുറച്ച് പണികൾ ചെയ്യാനുണ്ട്. ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ പേപ്പറിൽ എഴുതി വെക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ, അല്ലെങ്കിൽ അറിയാത്ത ആൾക്കാർക്ക് ഒന്നും കൂടി ഞാൻ പറയാം. മൊത്തത്തിൽ ഇതിൽ 300 മാർക്സിലുള്ള പേപ്പറാണ് നമ്മൾ ഇതിൽ എഴുതാൻ പോകുന്നത്. 150 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 1 to 50 എന്ന് പറയുന്നത് ജനറൽ ക്വസ്റ്റ്യൻസ്, അതായത് ജനറൽ പേപ്പർ ആണ്. എല്ലാം കൂടി മാത്സ്, നമുക്ക് ബേസിക് ആയിട്ട് മാത്സ് ഉണ്ടോ, ലോജിക്കൽ റീസണിംഗ് ഉണ്ടോ, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ നമുക്ക് നല്ല രീതിക്ക് അറിയുന്നുണ്ടോ, പിന്നെ നമുക്കൊരു പാരഗ്രാഫ് വന്നാൽ അത് വായിച്ചത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് 1 to 50 വരെ ഉള്ളത്. 50 to 150 വരെ കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഏതാണോ സബ്ജക്ട് അതാണ്. ഇപ്പൊ ഞാൻ സൈക്കോളജി ആണ്. സോ എന്റെ ഒരു സബ്ജക്ട് പേപ്പർ ആയിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻസ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എക്സാം വാസ് ഗുഡ് ആക്ച്വലി. ഒരു കുറച്ച് എല്ലാവരും പറയുന്ന ഒരു ക്ലീഷേ ഡയലോഗ് ആണ്, എന്നാലും ഞാൻ ഒന്നും കൂടി പറയാം.
ഒന്നും കൂടി നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സുഖമായി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം ആയിരുന്നു. പക്ഷെ ഞാൻ ഈ യൂട്യൂബ് ചാനലും പിന്നെ ഡൽഹിത്തെ വളരെ തിരക്കേറിയ ജീവിതവും ഇതൊക്കെ കൊണ്ട് എനിക്ക് സത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പേപ്പർ 1 അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി ഞാൻ ഡൽഹിയിൽ നിന്ന് വന്ന ശേഷം ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു പേപ്പർ 1. അതെനിക്ക് കുറച്ച് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് ഐ ഗെസ് സോ. ഇതൊക്കെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഷാദ്യത്താത്ത പഠിപ്പിച്ചതാണ്. ഞാൻ പേപ്പർ ക്രെയിൻ എന്ന് പറഞ്ഞിട്ട് CUET പഠിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞു പൈസക്ക് 800 ആൻഡ് സംതിങ് 890 അങ്ങനെ സംതിങ് എന്തോ ആ ടൈമില് ഷാദ്യത്തെ ഞങ്ങളെ ചെയ്യിപ്പിച്ച മൈൻഡ് മാപ്പാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ലേണിങ്, ഇമോഷൻ, അങ്ങനെ കുറേ. പിന്നെ ഞാൻ പേപ്പർ 1 കുറച്ചധികം ഇതൊക്കെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ലോജിക്കൽ റീസണിങ്, അങ്ങനത്തെ ഇതൊക്കെ മറ്റേ ടീച്ചറിന്റെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഇതാണ്. അങ്ങനെ കുറച്ചധികം നോട്ട്സ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ഇപ്രാവശ്യം കിട്ടൂല എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അടുത്ത പ്രാവശ്യം എന്തായാലും ഇത് യൂസ് ആവും എന്ന് നമുക്ക് വിശ്വസിക്കാം. സോ നോട്ട്സ് നിങ്ങൾ കുഞ്ഞു കുഞ്ഞു നോട്ട്സ് ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ജാനുവരി ഫെബ്രുവരിയിൽ പഠിച്ചാണ് പേപ്പർ 1. അപ്പൊ ഞാനത് ഓൾറെഡി ഒരു കുഞ്ഞു കുഞ്ഞു നോട്ട്സ് ആക്കി വെച്ചു. ഞാൻ ഇന്നലെ രാത്രിയാണ് ഇതിരുന്ന് റിവൈസ് ചെയ്യണത്. ഇത്രയും ഇത് ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല. അപ്പോ അങ്ങനെയൊക്കെ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് റിവൈസ് ചെയ്യാൻ സുഖമാണ്. ഫോർമുലാസ് ഒക്കെ കുഞ്ഞാക്കി ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് മനസ്സിലാവുന്ന പോലെ. സോ നിങ്ങൾക്ക് അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, റിവൈസ് ചെയ്യാൻ പറ്റും. ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ നെറ്റ് എക്സാമും ഈ നെറ്റ് എക്സാമും എനിക്ക് എന്ത് ഡിഫറൻസ് ആണ് തോന്നിയെന്നുള്ളതാണ്. ഡിസംബറത്തെ നെറ്റ് എക്സാം 2023 ഡിസംബറിൽ ഞാൻ ഡൽഹിയിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. തണുത്ത് വിറച്ച് ആ ഒരു തണുപ്പത്ത് പോയി എഴുതിയ ഒരു എക്സാം ആയിരുന്നു, സ്വെറ്ററൊക്കെ ഇട്ടിട്ട്. അതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് നെറ്റ് എക്സാം ആയിരുന്നു. എനിക്ക് ഒന്നും അറിയാതെ, ഒരു പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ പോയതാണ്. എനിക്ക് കുറെ കാര്യങ്ങൾ അതിന് മനസ്സിലായത് ബെൽറ്റ് ഇടാൻ പാടില്ല, ഇയറിങ്സ്, വാച്ച്, വള അതൊന്നും കൊണ്ടുപോകാൻ പാടില്ല. ഞാൻ അതൊക്കെ ഇട്ടിട്ടായിരുന്നു പോയിണ്ടായിരുന്നു. സോ എനിക്ക് അവിടെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ മീൻസ് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഓൾറെഡി ഒന്നും പഠിച്ചിട്ടില്ല, നമുക്ക് എല്ലാം പുതിയത്, ഡൽഹി. സോ അതൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. സോ നിങ്ങൾ നല്ല രീതിക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ച് പോവാ. അവിടെ പോയിട്ട് ഇവർ ബെൽറ്റ് ഊരി ചിലപ്പോൾ അവര് നമുക്ക് തരില്ല, അവരെവിടെ വെക്കും. സോ അതൊക്കെ നമുക്കൊരു ഇടങ്ങേറ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് എന്റെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം മിസ്സായതാൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ആവാൻ തുടങ്ങും. സോ നിങ്ങൾ ബെൽറ്റ് അതൊന്നും വെയർ ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ തന്നെ അതിന്റെ ഇൻസ്ട്രക്ഷന്റെ പേജ് നല്ല രീതിക്ക് വായിച്ചിട്ട് പോവാ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ ഫസ്റ്റത്തെ നെറ്റ് എക്സാമിന് ഞാൻ ചെയ്തൊരു മണ്ടത്തരം, 2 ഫോട്ടോ വേണം. ഒന്ന് നമ്മൾ ഒട്ടിക്കാന്, ഓക്കെ, ഒന്ന് നമ്മൾ ഇവിടെ ഒട്ടിക്കാന്, വേറൊന്ന് നമ്മൾ അവിടെ എക്സാം ഹാളിൽ കയറിയിട്ട് അവിടെ ഒന്ന് ഒട്ടിക്കാന്, അങ്ങനെ വേണം. ഞാൻ ഈ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം. നമ്മൾ എന്തൊക്കെയാണ് എടുക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് അഡ്മിറ്റ് കാർഡ് വേണം. ഓക്കെ, അഡ്മിറ്റ് കാർഡ് വേണം. അത് നിങ്ങൾക്ക് വരും എക്സാമിന് കുറച്ച് ദിവസം, ഒരു 1 വീക്ക് ഓർ 4 ഡേയ്സ് ബിഫോർ ആണ് അഡ്മിറ്റ് കാർഡ് വരാം. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അഡ്മിറ്റ് കാർഡ് വേണം. പിന്നെ വേണ്ടത് ആധാർ കാർഡ്. ആധാർ കാർഡ് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ID പ്രൂഫ്, വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ്, പിന്നെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഒന്ന് വന്നിട്ട് അഡ്മിറ്റ് കാർഡിൽ ഒട്ടിക്കാൻ, വേറെ വന്നിട്ട് നമ്മൾ എക്സാം ഹാളിൽ കയറിയ ശേഷം അവർ ഒരു പേപ്പർ കൊണ്ടുവരും, അതിലൊട്ടിക്കാൻ. ഈ 3 കാര്യങ്ങളാണ് ഞാനോട് കൊടുക്കാം. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത്രയും എടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. പെന്നടക്കം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഞാൻ പെൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ പറഞ്ഞു പെന്നൊന്നും വേണ്ട, ഞങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു മാൽ പ്രാക്ടീസസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ ആക്ച്വലി പെന്നൊന്നും അലൗ ചെയ്യാത്തത്. അപ്പോ പിന്നെ വെള്ളം കൊണ്ടുപോരുത്, വെള്ളം പോലും കൊണ്ടുവരുത്. അതിൽ ട്രാൻസ്പെറന്റ് ബോട്ടിൽ അങ്ങനെ എന്തോ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ കൊണ്ടുപോയി, അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു വേണ്ട, വെള്ളം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞു. സോ അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടാൽ മതി. ഇതിപ്പോ ഇന്ന് എന്റെ ഒരു ഡ്രസ്സ് ഇതായിരുന്നു. അതായത് ഒരു സിമ്പിൾ കുർത്ത, ഒരു ഷോള്, ഇയറിംഗ്സ് ഒന്നും പ്രത്യേകിച്ച് ഒന്നും വേറെ ചെയ്തിട്ടില്ല, കയ്യിലൊന്നും ഇല്ല. ബെൽറ്റുള്ള ഡ്രസ്സ് അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ലെഗിൻസോ അല്ലെങ്കിൽ മനസ്സിലായി എലാസ്റ്റിക് പാൻസ്, അങ്ങനെ എന്തെങ്കിലും പലാസോ, അങ്ങനെ എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാം. ബെൽറ്റ് ഇടുന്ന ആ ടൈപ്പ് ഓഫ് പാൻസ് അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അവിടെ പോയിട്ട് ബെൽറ്റ് ഊരി ഇതാക്കി വെറുതെ എന്തിനാണ്? വാച്ച് അവർ ഓൾറെഡി അവിടെ ക്ലോക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓരോ ഹാഫ് ആൻ അവറും ട്രിങ് ട്രിങ് കൊണ്ട് ബെല്ലടിക്കും. സോ നമുക്കിങ്ങനെ മനസ്സിലാവും. അപ്പൊ അവര് അതുകൊണ്ട് പേടിക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവിജിലേറ്ററിന്റെ അടുത്ത് ചോദിച്ചാൽ മതി, സമയമായോ, എത്രയായി, ഇനി എത്ര ടൈം ഉണ്ട് എന്ന് ചോദിച്ചാൽ മതി. സാധാരണ കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റിൽ, അതായത് കഴിഞ്ഞ വർഷമൊക്കെ ഡിസംബറിലൊക്കെ നമുക്ക് ഇങ്ങനെ കാണിക്കും കമ്പ്യൂട്ടറിൽ എത്ര ടൈം ബാക്കിയുണ്ട്, എത്ര ടൈം നമ്മൾ എത്തിയെന്ന്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഇതായതുകൊണ്ട്, അതായത് നമ്മൾ ഈ പേപ്പർ ആൻഡ് പെൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ടൈമിംഗ് ഒന്നും കാണിക്കില്ല. നമ്മൾ വാച്ച് തന്നെ നോക്കണം. വേറൊരു ചാലഞ്ച് ഞാൻ ഫേസ് ചെയ്ത ഈ ഒരു നെറ്റ് എക്സാമിൽ എന്ന് വെച്ചാൽ ബബ്ലിംഗ് ആണ്. നമ്മൾ കഴിഞ്ഞ നെറ്റ് എക്സാമിന് കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അതായത് നമ്മൾ CBT അല്ലെ, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, കുറെ ആൾക്കാർ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നമുക്ക് മാറ്റാം.
ഓക്കെ, ഇപ്പൊ നമുക്ക് തോന്നുകയാണ് നമ്മളിങ്ങനെ ഒന്നും കൂടി വായിച്ചു നോക്കുമ്പോൾ ഓ ഇതല്ലാലും ഉത്തരം, അപ്പൊ നമുക്ക് മാറ്റാലേ, എന്നിട്ട് മാറ്റാൻ പറ്റും കമ്പ്യൂട്ടറിൽ, നമുക്ക് ഇങ്ങനെ ഓപ്ഷൻസ് മാറ്റാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ ഒരു ദിസ് OMR അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പെൻ പേപ്പർ ടെസ്റ്റില് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം ബബിൾ ചെയ്താ ദർ ഈസ് നോ ഗോയിങ് ബാക്ക്. നമുക്ക് ഒരിക്കലും ആ ഓപ്ഷൻ മാറ്റാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ അങ്ങനെ എന്തോ ഞാൻ തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഡാർക്ക് ചെയ്താൽ മാത്രമാണ് ആ എക്സാം ഹാളിലത്തെ മാം പറഞ്ഞത് ഡാർക്ക് ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഞാൻ ജസ്റ്റ് സർക്കിൾ ചെയ്തു എന്നിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് മാമിനെ വിളിച്ച് ഞാൻ ചോദിച്ചു. അപ്പൊ ഒരു ഡാർക്ക് ചെയ്തോ, ഇല്ല. അപ്പൊ ഞാനത് മാറ്റി ഡാർക്ക് വേറൊരു ഓപ്ഷനിൽ കൊടുത്തു. അപ്പൊ ഇതൊക്കെ നിങ്ങൾ നല്ല രീതിക്ക് ശ്രദ്ധിക്കണം. നിങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് എഴുതുന്ന പോലെയല്ല. ഞാൻ വൺ ഓഫ് ദ ബിഗ് ചാലഞ്ചിനെ ഇപ്രാവശ്യം ഫേസ് ചെയ്ത് അതാണ്. നമുക്ക് റിവൈസ് ചെയ്യുന്ന സമയത്ത് അയ്യോ ഇതല്ലല്ലോ ആൻസർ, നമ്മൾ അറിയാതെ മാർക്ക് ചെയ്താണല്ലോ, അത് ഇവിടെ നടക്കൂല. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു 15 മിനിറ്റ് മുമ്പ്, അതായത് ഞാൻ രണ്ടാമത്തെ ഷിഫ്റ്റ് ആയിരുന്നു, 3 മണി ടു 6 മണി വരെയുള്ള ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോ ഞാൻ 5:45 എന്റെ ഫുള്ളും കഴിഞ്ഞ് ഞാൻ ഉറങ്ങി. 15 മിനിറ്റ് ലാസ്റ്റ് 15 മിനിറ്റ്സ് ഞാൻ ഉറങ്ങായിരുന്നു ചെയ്തത്. കാരണം എനിക്ക് റിവൈസ് ചെയ്ത് മാറ്റാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എക്സാം സെന്റർ ഞാൻ ഡൽഹിയിൽ ഇരിക്കുമ്പോൾ തന്നെ, അതായത് എന്റെ ഒരു സെക്കൻഡ് സെമസ്റ്റർ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന ആ തിരക്കിലൊക്കെയാണ് ഈ ഒരു നെറ്റ് എക്സാം അപ്ലൈ ചെയ്യാനുള്ള ഒരു ഡേറ്റ് വരാം. നമ്മൾ ചിലപ്പോൾ വിട്ടുപോകും. അപ്പൊ നമ്മൾ എപ്പോഴും അലേർട്ട് ആയിരിക്കണം, എപ്പോഴായിരിക്കും ലാസ്റ്റ് ഡേറ്റ്. ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത ടൈമിലൊക്കെയാണ് തോന്നുന്നു ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോ നിങ്ങൾ എക്സാം സെന്റർ കൊടുക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് കൊടുക്കണം. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഓക്കെ ഞാൻ ജൂൺ ടൈമിൽ നാട്ടിലായിരിക്കും, ഇന്റേൺഷിപ്പ് ചെയ്യായിരിക്കും, അങ്ങനെ ആ രീതിക്കായിരുന്നു ഞാൻ എക്സാം സെന്റർ കൊടുത്തിട്ടുള്ളത്. പാലക്കാട് തന്നെ കൊടുത്തത്. ഞാനിപ്പോ തൃശ്ശൂരിലാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നതെങ്കിൽ പോലും ഞാൻ എന്റെ വീട്ടിൽ വന്ന് അങ്ങനെയാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇന്റേൺഷിപ്പിന് ഒരു ലീവ് കിട്ടി. ഞാൻ ഇന്റേൺഷിപ്പ് ലീവ് എടുത്താണ്, നമുക്ക് തരും, അവർ തരും. സോ പിന്നെ എക്സാം സെന്ററിന്റെ ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഇതുവരെ കേൾക്കാത്ത, ഇതുപോലെ ഒട്ടുമേ കേൾക്കാത്ത, നമ്മുടെ ജില്ലയാണെങ്കിൽ പോലും പാലക്കാട് എനിക്കറിയുന്ന സ്ഥലം, പക്ഷെ പാലക്കാടിൽ തന്നെ ഏതോ ഒരു സ്ഥലത്തായിരിക്കും ഈ എക്സാം സെന്റർ. അപ്പോ കുറച്ച് പാടുപെടും. അതായത് ബസ് അതുവരെ എത്തിക്കാനാണെങ്കിലും നല്ല ഉള്ളിലേക്കായിരിക്കും സ്ഥലം. എന്തുകൊണ്ട് ഇവർ എക്സാം സെന്റർ ഇങ്ങനെ ഉള്ളിലേക്ക് വെക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ സെക്കൻഡ് ഷിഫ്റ്റ് ആയിരുന്നു. നമ്മള് വൈകുന്നേരം 3 മണി ടു 6 മണി വരെയാണ്. നൈറ്റായി ഞാൻ വീടെത്താൻ നല്ല വൈകി. കാരണം എനിക്ക് അറിയുന്നില്ല, ഭയങ്കര ലേറ്റായി, ഡാർക്കായി. സോ അങ്ങനത്തെ ഒരു ഉള്ളിൽ നിന്നൊരു സ്ഥലത്ത് നിന്ന് ഇത്രയും രാത്രി തിരിച്ചു വരാന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പൊ എന്നെ വിളിക്കാനാ വന്നിട്ടുള്ളത്. കുറെ പേര് ബസ്സിനാ വന്നിട്ടുള്ളത്. ബസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഒരു കുറച്ച് ഉള്ളിക്കുള്ള സ്ഥലമാണ്. അപ്പൊ നിങ്ങള് മുമ്പ് തന്നെ ഈ സ്ഥലം എങ്ങനെയാണ്, എവിടെയാന്നൊക്കെ നല്ല രീതിക്ക് അന്വേഷിച്ച് വെക്കണം. ഞാൻ ഫസ്റ്റ് ടൈമാണ്. എന്റെ സെന്റർ എന്ന് പറയുന്നത് നേതാജി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആയിരുന്നു. സോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കോളേജ് കേൾക്കുന്നത് തന്നെ. ഈ ഒരു നെറ്റ് എക്സാമിന്റെ ഒരു ആവശ്യത്തിനാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കോളേജ് കേൾക്കുന്നത് തന്നെ. ഇന്ന് പോയി ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെട്ടു. നിങ്ങൾ തലേ ദിവസം തന്നെ നെമ്മാറ സ്ഥലം. അപ്പൊ നിങ്ങളുടെ ഏതാണ് സെന്റർ, അവിടെ ഏതാണ് കറക്റ്റ് ഫുൾ അന്വേഷിച്ചിട്ട് പോകണം. സോ അതൊരു ചാലഞ്ച് ആയിരുന്നു. വേറൊരു ചാലഞ്ച്, എക്സാമിന്റെ ഹാളിൽ എത്തുമ്പോഴത്തേക്കും ക്ഷീണിച്ച് അവശയായി ഭയങ്കര ഒരു ടയേർഡ് ആവും. നമുക്ക് ആ ഒരു ഫുൾ എനർജി കിട്ടൂല. നമ്മൾ ഇത്രയും നമ്മുടെ വീട്ടിൽ നിന്ന് ഇത്രയും ട്രാവൽ ചെയ്തിട്ടാണ് ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. ഡിസംബർ 2023 ഞാൻ നെറ്റ് എക്സാം എഴുതിയതിനേക്കാൾ ഒന്നും കൂടി ഒരു പ്രൊസീജിയേഴ്സ് ഒക്കെ സിമ്പിൾ ആയിരുന്നു. ഒന്നാമത് നമുക്ക് അറിയുന്ന ഭാഷയുള്ള ആൾക്കാർ. അവിടെ ഡൽഹിയിലൊക്കെ പറയുമ്പോൾ എന്തൊക്കെയോ ഹിന്ദിയിൽ പറയുന്നു. ഇവര് ഭയങ്കര എന്തൊക്കെയോ ഒരു വലിയ സുഖമുള്ളായിരുന്നില്ല. ആ ഒരു ചെക്കിങ്ങും ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സും ബയോമെട്രിക് പ്രോസസ്സും അതൊന്നും അത്ര സുഖമുള്ള കാര്യമായിരുന്നില്ല. ഇന്ന് ഒന്നും കൂടി സിമ്പിൾ ആയിരുന്നു. ഭയങ്കര ഒരു സ്മൂത്ത് ആയി ആ ഒരു അനുഭവം എനിക്ക് ഒന്നും കൂടി ബെറ്റർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ കുറെ കാര്യങ്ങൾ കഴിഞ്ഞ നെറ്റ് എക്സാമിൽ നിന്നും പഠിച്ചു. അതൊക്കെ ഞാൻ ഇപ്രാവശ്യം കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് പോയത്. സോ ദ പ്രോസസ് വാസ് ലിറ്റിൽ ബിറ്റ് ഈസിയർ. ഒന്നുകൂടി പഠിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, എക്സാം കഴിഞ്ഞു. ഇനി അടുത്ത നെറ്റ് എക്സാമിന് പിടിക്കാം. എല്ലാവരും പറയുന്ന ഡയലോഗാണ്. ഹൗ വാസ് ദ എക്സാം എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എക്സാമിന്റെ ഒരു അനുഭവം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ, ഞാൻ അത്ര വലിയ കഷ്ടപ്പെട്ടൊന്നുമില്ല. എനിക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഞാൻ ഓവർ തലപൊകച്ചില്ല എന്ന് തന്നെ പറയണം. കുറെ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ചിലതൊന്നും കിട്ടാത്തപ്പോൾ ഞാൻ ഇങ്ങനെ എന്തൊക്കെയോ കറക്കി കുത്തി. ഓവർ ടെൻഷൻ അടിച്ച് വേവലാതിപ്പെട്ടില്ല. സത്യമായിട്ട് അതാ ചെയ്തത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, കോംപ്രിഹെൻഷൻസ് കുറെ വന്നിട്ടുണ്ട്. ഐ തിങ്ക് 15 ക്വസ്റ്റ്യൻസ് തന്നെ കോംപ്രിഹെൻഷൻ ഉണ്ട്. അതായത് സൈക്കോളജിയിൽ തന്നെ 10 ക്വസ്റ്റ്യൻ കോംപ്രിഹെൻഷൻ വന്നിട്ടുണ്ട്. അതായത് അവരൊരു പാരഗ്രാഫ് തരും, നമ്മളത് വായിക്കുന്നു, പിന്നെ ഒരു 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നു. അങ്ങനെ 10 എണ്ണം. ലാസ്റ്റ് 100 ക്വസ്റ്റ്യൻ സൈക്കോളജിയിൽ നിന്നുണ്ടല്ലോ. അപ്പൊ അതിന് അവസാനത്തെ 10 എണ്ണം വാസ് കംപ്ലീറ്റ്ലി ദിസ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. അതിലൊന്ന് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. വേറെ അവരൊരു പാരഗ്രാഫ് തരുന്നു, അതിന്ന് നമുക്ക് അറിയുന്ന തിയറീസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എക്സ്റ്റേണൽ ആയിട്ട് ഞാനത് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ വിശദീകരിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം അതെങ്ങനെയാണെന്നുള്ളത്. റീഡിംഗ് കോംപ്രിഹെൻഷൻ നമ്മുടെ ജനറൽ പേപ്പറിലില്ലേ,
അതും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഒരു 5 ക്വസ്റ്റ്യൻസ്, അങ്ങനെ അതന്നെ ഒരു 20 ക്വസ്റ്റ്യൻസ് പോയി എന്ന് തോന്നുന്നു. പിന്നെ ബാക്കിയൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ്, ഹെൽത്ത് സൈക്കോളജി, ദെൻ എല്ലാം സോഷ്യൽ സൈക്കോളജി, അങ്ങനെ എല്ലാം കവർ ചെയ്തിട്ടുണ്ട് ആക്ച്വലി. ഇൻഫാക്ട് കുറെ കോൺസെപ്റ്റ്സ് ഒക്കെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. കുറെ കോൺസെപ്റ്റ്സ് ഞാൻ ഓൾറെഡി പി ജിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പോയിന്റ് ബൈസീരിയൽ അതൊക്കെ ഓൾറെഡി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സോ അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഓർമ്മ ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞിട്ടല്ലോ സെക്കൻഡ് സെമിസ്റ്റർ. സോ അതൊക്കെ അങ്ങനെ എഴുതി. ഈ ഒരു ഷിഫ്റ്റില് സൈക്കോളജി മാത്രമായിരുന്നില്ല, വേറെ മാനേജ്മെന്റ്, ഹോം സയൻസ്, എഡ്യൂക്കേഷൻ, അങ്ങനെ വ്യത്യസ്തമായ സബ്ജക്റ്റുകളുള്ള ആൾക്കാർ എല്ലാവരും ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സാമിന്. പിന്നെ ആക്ച്വലി ഞാൻ വിക്ടോറിയ കോളേജ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ പ്രാക്ടിക്കൽ എക്സാമിന് ഇൻവിജിലേറ്റർ വരുമല്ലോ, അവര് എന്റെ തൊട്ടപ്പുറത്ത് എന്റെ എക്സാം എഴുതാനിരിക്കുന്നു. സോ ഐ തിങ്ക് ടീച്ചേഴ്സ് തൊട്ട് സ്റ്റുഡൻസ് എല്ലാവരും, എവ്രി വൺ, കുഞ്ഞു പ്രായം പി ജി പഠിക്കുന്നവർ തൊട്ടിട്ട് നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരും നെറ്റ് എക്സാം, ഞാൻ അറിയുന്ന ഇഷ്ടം പോലെ ആൾക്കാർ ഇന്ന് ആ ഒരു സെന്ററിൽ ഉണ്ടായിരുന്നു. സോ അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ കമ്പീറ്റ് ചെയ്യുന്നത്, അതായത് ഒരു പി ജി പഠിക്കുന്ന ഞാന്, പി ജി ഫസ്റ്റ് ഇയർ ജസ്റ്റ് കംപ്ലീറ്റഡ്, മീ ഇസ് കമ്പീറ്റിംഗ് വിത്ത് മൈ വൺ ഓഫ് മൈ ടീച്ചർ എന്ന് പറയാൻ പറ്റില്ല, എന്റെ ഒരു എക്സ്റ്റേണൽ ആയിട്ട് വന്ന ഇൻവിജിലേറ്ററിന്റെ ഒപ്പമാണ് ഞാൻ എക്സാം എഴുതുന്നത്. അപ്പോ ഇറ്റ്സ് ലൈക്ക് അൺപ്രിഡിക്റ്റബിൾ, ആർക്ക് കിട്ടും എന്താണ്. പിന്നെ എനിക്ക് തോന്നുന്നത് എല്ലാം പ്രാക്ടീസ്, എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടോ, എത്രത്തോളം കോൺസെപ്റ്റ് പക്കാണോ, അത്രയും ഫ്ലുവന്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നും ഇതിങ്ങനെ ഒരേ ക്വസ്റ്റ്യനിൽ തന്നെ കുറെ നേരം ഇരുന്ന് സമയം പോകും. സോ ഞാനൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തത്. നമുക്ക് തോന്നും അയ്യോ എത്ര ക്വസ്റ്റ്യൻ ഇനിയും ബാക്കിയുണ്ട്. നല്ല കണ്ണ് വേനിക്കേ, നമ്മളിങ്ങനെ കുറെ നേരം ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കല്ല, പേപ്പറും പെന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കല്ലേ, ചെറുതായിട്ട് തലവേദനയൊക്കെ വരും. പിന്നെ വേറെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്താ വെച്ചാൽ അവരിങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ തലവേദനയോ ഉണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് എയ്ഡ് ഉണ്ട്, ഡോണ്ട് വെറി, നിങ്ങൾക്ക് വെള്ളം പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഭയങ്കര കെയറിംഗ് ആയിരുന്നു. അപ്പൊ ഒന്നും കൂടി നമുക്കൊരു കംഫർട്ടബിൾ ആണ്. ഓക്കെ എനിക്ക് അങ്ങനത്തെ തലവേദനയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനിങ്ങനെ സഹിച്ച് പിടിച്ചിങ്ങനെ എക്സാം എഴുതി. സോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എത്ര ലെങ്ത് ആയിട്ടുണ്ടാവും ഒന്നും എനിക്കറിയില്ല, നോ ഐഡിയ. ഇനി ഇതിന്റെ ബാക്കി ഒരു വ്ളോഗും കൂടി വരുന്നുണ്ട്, ഹൗ വാസ് മൈ നെറ്റ് എക്സാം ഡേ എന്നുള്ളത്. അത് മറക്കാതെ ബാക്കി കണ്ടോക്ക. നെറ്റ് എക്സാം എഴുതുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് എങ്ങനെയൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ചോദിച്ചാൽ മതി, ജസ്റ്റ് തഷിൻ. എനിക്ക് കൂടുതൽ അറിവൊന്നുമില്ല, നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ പറഞ്ഞു തരും, അങ്ങനെ ഒരിക്കലും പറയില്ല. എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസിൽ വെച്ചിട്ട് എന്റെ മിസ്റ്റേക്സ് നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഐ വിൽ ഹെൽപ്പ് യു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എന്റെ ജസ്റ്റ് തഷിൻ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കാരണം ഇനി ഇങ്ങനത്തെ കുറെ വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്റ്റ് തഷിൻ. താങ്ക് യു സോ മച്ച്.